Welcome to all. Today's zoology class, our chapter Human Reproduction, topic Fertilization and Implantation. അപ്പോൾ എന്താണ് fertilization? It is a process of fusion of a sperm with an ovum. ഒരു സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് അറിയപ്പെടുന്നതാണ് ഫെർട്ടിലൈസേഷൻ. മെയിൽസിലുണ്ടായ സെമൻ അല്ലെങ്കിൽ സ്പേംസ് ഫീമെയിലിലേക്ക് എത്തിച്ചേരുന്ന പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് സെമൻ ഈസ് റിലീസ്ഡ് ഇൻ ടു ദി ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ദെൻ ആ സ്പേംസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് സ്വിംസ് റാപ്പിഡ്ലി ആൻഡ് റീച്ചസ് ദി ആംപിള്ളറി റീജിയൻ ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ആംപിള്ള, ഇസ്തുമസ് എന്നൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. ആ സ്പേംസ് എവിടെ എത്തുന്നു? ആംപിള്ളയുടെയും ഇസ്തുമസിൻ്റെയും ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഓവറിയിൽ നിന്നും ഒരു ഓവം റിലീസാക്കപ്പെടുന്നത് എങ്കിൽ ആ ഓവവും ഫിംബ്രിയെ കളക്ട് ചെയ്ത് ആംപിള്ളറി റീജിയനിൽ എത്തിച്ചേരുന്നു. സ്പേമും ഓവവും ഒരേ സമയം ആംപിള്ളറി റീജിയനിൽ എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. Fertilization takes place only when the sperm and ovum reaches the ampullary region of fallopian tube simultaneously. ഒരേ സമയമാണ് സ്പേമും ഓവവും ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംപിള്ളറി റീജിയനിൽ എത്തിച്ചേരുന്നത് എങ്കിൽ മാത്രമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, why all the copulation does not leads to fertilization and pregnancy. എല്ലാ സെക്ഷൽ ഇൻ്റർകോഴ്സും അല്ലെങ്കിൽ കോപ്പുലേഷനും പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത്, fertilization occurs only when the sperm and ovum reaches simultaneously at the ampullary region of the fallopian tube. ഒരേ സമയത്താണ് എത്തിച്ചേരുന്നത് എങ്കിൽ മാത്രമാണ് ആംപിള്ളറി റീജിയനിൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഏത് ഭാഗത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ആംപിള്ളറി റീജിയൻ ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ്. ദെൻ നെക്സ്റ്റ്, ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ എ സ്പേം കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സോണ പെലൂസിഡ ഓഫ് ദ ഓവം. ഇനി ഫെർട്ടിലൈസേഷൻ സമയത്ത്, ഇൻസെമിനേഷൻ സമയത്ത് മില്യൺസ് ഓഫ് സ്പേംസ് ആണ് ഇജാക്കുലേറ്റ് ചെയ്ത് ഫീമെയിൽ ട്രാക്റ്റിലെത്തിയിട്ടുള്ളത്. ആ മില്യൺസ് ഓഫ് സ്പേംസ് ഒരേ സമയം സ്വിം ചെയ്യുന്നു. അത് ഒരേ സമയം ഒരൊറ്റ എഗ്ഗിൻ്റെ അടുത്തെത്തിച്ചേരുന്നു. ആ ഒരുപാട് സ്പേംസ് ഒരു എഗ്ഗിന് ചുറ്റും സറൗണ്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരൊറ്റ സ്പേം മാത്രമാണ് എഗ്ഗിനകത്തേക്ക് പ്രവേശിക്കുന്നത്. എഗ്ഗിനെ കവർ ചെയ്തുകൊണ്ടൊരു മെംബ്രെയിനുണ്ട്. ആ മെംബ്രെയിൻ്റെ പേരാണ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ പേരാണ് സോണ പെലൂസിഡ. ആ സോണ പെലൂസിഡ മെംബ്രെയിനെ പിയേഴ്സ് ചെയ്ത് വേണം ഒരു സിംഗിൾ മില്യൺസ് ഓഫ് സ്പേമിൽ നിന്ന് ഒരു സിംഗിൾ സ്പേമിന് ഓവത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ഈ നമ്പർ ഓഫ് സ്പേംസ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ സ്പേം ഓവത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ആ ഓവത്തിനകത്തേക്ക് ഒരു സിംഗിൾ സ്പേം പ്രവേശിച്ചു കഴിഞ്ഞാൽ സോണ പെലൂസിഡ മെംബ്രെയിനിൽ ചില ചേഞ്ചസ് ഉണ്ടാവുകയും ആ ചേഞ്ചസ് ബാക്കിയുള്ള സ്പേംസ് ഓവത്തിനകത്തേക്ക് പ്രവേശിക്കാതെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് കോണ്ടാക്ട് induces changes in the ovum membrane that block the entry of additional sperms. ഒരുപാട് സ്പേംസ് ഓവത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ അതിനെ പറയുന്ന പേരാണ് പോളിസ്പേമി. ആ പോളിസ്പേമിയെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ എഗ് മെംബ്രെയിനിൽ സോണ പെലൂസിഡയ്ക്ക് സംഭവിക്കുന്ന ചില ചേഞ്ചസ് ആണ്. ഇനി സോണ പെലൂസിഡ മെംബ്രെയിനെ പിയേഴ്സ് ചെയ്ത് സ്പേമിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഈ സ്പേമിൻ്റെ ഹെഡ് നമ്മൾ പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു, ന്യൂക്ലിയസിൻ്റെ ഇൻഫ്രൻ്റായിട്ട് ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറുണ്ട്. ആ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എക്രോസോം. എക്രോസോമിൽ എൻസൈംസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ എൻസൈംസാണ് എഗ് മെംബ്രെയിനായ സോണ പെലൂസിഡയെ
ഡിസോൾവ് ചെയ്യിക്കാനും സ്പേമിന് അതിനകത്തേക്ക് പ്രവേശിക്കാനും സഹായകരമാകുന്നത്. അങ്ങനെ ഒരു സിംഗിൾ സ്പേം ഓവത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ ഓവം എന്ന് പറയുന്നത് ഓവം സ്റ്റേജിൽ അല്ലെങ്കിൽ ഓവം സ്റ്റേജിലല്ല, സെക്കൻഡറി oocyte സ്റ്റേജിലാണുള്ളത്. ആ സെക്കൻഡറി oocyte സ്റ്റേജിനകത്തേക്കാണ് ഇപ്പോൾ ഒരു സ്പേം എൻട്രി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്പേം ഓവത്തിനകത്തേക്ക് എൻട്രി ചെയ്താൽ ആ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അവിടെ വച്ച് പൂർത്തീകരിക്കുകയും ഓവം എന്ന് പറയുന്ന നമുക്ക് ആ റിസൾട്ട് ഈ സെക്കൻഡറി oocyte ഓവമായി മാറുകയും ചെയ്യുന്നു. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു സെക്കൻഡ് പോളാർ ബോഡിയും ഓവവും കിട്ടുന്നു. ആ ഓവത്തിൻ്റെ ന്യൂക്ലിയസും സ്പേമിൻ്റെ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്യുകയും ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫെർട്ടിലൈസേഷൻ സമയത്ത് നമ്പർ ഓഫ് സ്പേംസ് സോണ പെലൂസിഡ മെംബ്രെയിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യപ്പെടുന്നു. അതിൽ നിന്ന് ഒരൊറ്റ ഫാസ്റ്റസ്റ്റ് സ്വിമ്മിങ് ആയിട്ടുള്ള ഏറ്റവും ഹൈലി എനർജറ്റിക് ആയ ഒരു സിംഗിൾ സ്പേം ഓവത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഓവത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ സോണ പെലൂസിഡയിൽ ചില ചേഞ്ചസ് ഉണ്ടാവുകയും അത് ഫർദർ സ്പേംസിൻ്റെ എൻട്രിയെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്പേംസിനകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമായത് എങ്ങനെയാണ്? അക്രോസോമിലുള്ള എൻസൈം സോണ പെലൂസിഡ മെംബ്രെയിനെ ഡിസോൾവ് ചെയ്യിക്കുന്നു. അതുവഴിയാണ് ഒരു സിംഗിൾ സ്പേം ഓവത്തിനകത്തേക്ക് പ്രവേശിച്ചത്. സ്പേമിൻ്റെ എൻട്രി സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനെ കംപ്ലീറ്റ് ആക്കുന്നു. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് നമുക്ക് ഒരു സെക്കൻഡ് പോളാർ ബോഡിയും ഒരു ഓവവും കിട്ടി. ആ ഓവത്തിൻ്റെ ന്യൂക്ലിയസും സ്പേമിൻ്റെ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്തു. ആ പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. Haploid nucleus of the sperm and ovum fuse together and form a diploid zygote. അപ്പോൾ രണ്ട് എക്സ് കണ്ടീഷനിലുള്ള കണ്ടീഷൻ ഉള്ള ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തുകൊണ്ട് 2n കണ്ടീഷനിലുള്ള സൈഗോട്ട് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഒരുപാട് സ്പേംസ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഈ റോസ് കളറിൽ കാണുന്നത് സോണ പെലൂസിഡ എന്ന് പറയുന്ന മെംബ്രെയിനാണ്. ആ സോണ പെലൂസിഡ മെംബ്രെയിനുമായിട്ട് സ്പേംസ് കോണ്ടാക്ട് ചെയ്യുന്നു. അതിലൊരൊറ്റ സിംഗിൾ സ്പേം മാത്രം ഈ ഓവത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അക്രോസോമിലുള്ള എൻസൈംസാണ് ഇതിനകത്തേക്ക് പിയേഴ്സ് ചെയ്യാൻ സാധ്യമാക്കിയത്. അങ്ങനെ പിയേഴ്സ് ചെയ്ത് സ്പേം ഇതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ സോണ പെലൂസിഡ മെംബ്രെയിനിൽ ചില ചേഞ്ചസ് നടന്നു. അത് ബാക്കിയുള്ള സ്പേംസിനെയൊന്നും അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുന്നില്ല. ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ സ്പേം ന്യൂക്ലിയസും ഓവത്തിൻ്റെ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്തു. ദെൻ നെക്സ്റ്റ് പ്രോസസ് ക്ലീവേജ്. ഇപ്പോൾ സൈഗോട്ട് ഫോർമേഷൻ നടന്നത് എവിടെയാണ്? സൈഗോട്ട് ഫോർമേഷൻ ഉണ്ടായത് ആംബുലറി റീജിയൻ ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ്. നമുക്ക് ആ സൈഗോട്ട് മൂവ് ചെയ്ത് എവിടെ എത്തിച്ചേരണം? യൂട്രസിനകത്തേക്ക് എത്തിച്ചേരണം. ആ സൈഗോട്ട് എന്ത് ചെയ്യുന്നു? സൈഗോട്ട് മൂവ് ചെയ്ത് യൂട്രസിനകത്തേക്ക് വരുന്ന സമയത്ത് സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലാണ്. നമുക്ക് നമ്പർ ഓഫ് സെൽസ് ഉള്ള ഒരു എംബ്രിയോ ആണ് വേണ്ടത്. ആ നമ്പർ ഓഫ് സെൽസ് ഉള്ള എംബ്രിയോ കിട്ടണമെങ്കിൽ സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കണം. ആ മൈറ്റോട്ടിക് ഡിവിഷനെ പറയപ്പെടുന്നവരാണ് ക്ലീവേജ്. Zygote moves through the isthmus of the oviduct. Mitotic division starts and this mitotic division is called cleavage. Zygote mitotic divisionന് വിധേയമാകുന്നു. നമ്പർ ഓഫ് സെൽസ് ഉണ്ടാകുന്നു. ആ ഡിവിഷനെ പറയുന്ന പേരാണ് ക്ലീവേജ്. അപ്പോൾ ആദ്യം സിംഗിൾ സെല്ലുള്ള സൈഗോട്ട് ആ സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായി മാറുന്നു. 2 4 സെല്ലായി മാറുന്നു. 4 പിന്നീട് 8 മാറുന്നു. 8 16 32 അങ്ങനെ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെ കിട്ടുന്ന സെൽസിനെ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. അപ്പോൾ ക്ലീവേജ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഡോട്ടർ സെൽസ് കോൾഡ് ബ്ലാസ്റ്റോമിയേഴ്സ്. അതിൽ നമ്മൾ ആദ്യം 2 സെല്ലായി, പിന്നീട് 4 സെല്ലായി, അങ്ങനെ 8 മുതൽ 16 വരെ സെല്ലുള്ള സ്റ്റേജിനെ പറയുന്ന പേരാണ് മോറുല. The embryo with 8 to 16th celled stage is known as morula. Important.
മോറുല 8 മുതൽ 16 വരെ ബ്ലാസ്റ്റോമിയേഴ്സിനെ കാണുന്ന സ്റ്റേജിനെ പറയുന്ന പേര് മോറുല. ദെൻ മോറുല 16 സെല്ലിൽ പോരാ നമുക്ക്. അങ്ങനെ 16 സെല്ല് വീണ്ടും 32 മാറുന്നു, 64 മാറുന്നു. അങ്ങനെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോറുല കണ്ടിന്യൂസ് ടു ഡിവൈഡ് ആൻഡ് ഫൈനലി ബിക്കം എ ബ്ലാസ്റ്റോസിസ്റ്റ്. നമ്മുടെ എംബ്രിയോൻ്റെ തൊട്ട് മുന്നേയുള്ളൊരു സ്റ്റേജ് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ എത്തിച്ചേർന്നു. മോറുല ഡിവിഷൻ പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നു, ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നു. ആ ബ്ലാസ്റ്റോസിസ്റ്റിലുള്ള സെൽസ് 2 ലേയേഴ്സായി അറേഞ്ച് ചെയ്യപ്പെടുന്നു. ബ്ലാസ്റ്റോമിയേഴ്സ് ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഗെറ്റ് അറേഞ്ച്ഡ് ഇൻ ടു 2 ലേയേഴ്സ്. 2 ലേയേഴ്സായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഏറ്റവും പുറമേയുള്ള ലെയറിനെ പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ഉള്ളിലുള്ള ലെയറിനെ പറയപ്പെടുന്നതാണ് ഇന്നർ സെൽ മാസ്റ്റ്. അപ്പോൾ മോറുല ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റായി മാറി. ബ്ലാസ്റ്റോസിസ്റ്റിലെ സെൽസ് ഒരുപാട് സെൽസ് ഉള്ള സ്റ്റേജാണ്. ആ സെൽസ് 2 ലെയറുകളായി അറേഞ്ച് ചെയ്യപ്പെടുന്നു. ഏറ്റവും പുറമേയുള്ള ലെയറിനെ ട്രോഫോബ്ലാസ്റ്റ് എന്നും ഉള്ളിലുള്ള ലെയറിനെ ഇന്നർ സെൽ മാസ് എന്നും വിളിക്കുന്നു. ചിത്രം നോക്കൂ. ക്ലീവേജും ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ്റെയും ഒരു ചിത്രമാണിത്. അതിൽ ഇത് ഓവമാണ്. ഓവത്തിൻ്റെ മെംബ്രെയിൻ കാണാം. നമ്പർ ഓഫ് സ്പേംസ് അപ്രോച്ച് ചെയ്യുന്നു. സിംഗിൾ സ്പേം മാത്രം ഉള്ളിലേക്ക് വരുന്നു. ഓവൻ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ന്യൂക്ലിയസായി മാറി. ദെൻ ഇത് ഡിവിഷൻ നടക്കുകയാണ്. ക്ലീവേജ് നടന്നു. നമ്പർ ഓഫ് സെൽസ് ഉണ്ടായി. ആ നമ്പർ ഓഫ് സെൽസ് 8 to 16 സെല്ലിൻ്റെ പേരാണ് മോറുല. അപ്പോൾ ഇതെല്ലാം നടന്നത് എവിടെയാണ്? ഇവിടെ ഓവറിയിൽ നിന്ന് ഓവം റിലീസാക്കി ഫിംബ്രിയെ കളക്ട് ചെയ്തു. ഇവിടെ ആംബുലറി റീജിയനിൽ വെച്ചിട്ടാണ് സ്പേംസും ഓവും തമ്മിൽ മീറ്റ് ചെയ്തത്. അവിടെ വെച്ച് ഫ്യൂഷൻ നടന്നു. സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ട് അവിടെ തന്നെയല്ല നിൽക്കുന്നത്. സൈഗോട്ട് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്തോറും സൈഗോട്ടിന് ഡിവിഷൻ നടക്കുന്നു. ഡിവിഷൻ നടന്ന് സെൽസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്ത് മോറുല സ്റ്റേജിലെത്തി. മോറുല വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. സെൽസ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ട്രാൻസ്ഫോംസ് ഇൻ ടു എ ബ്ലാസ്റ്റോസിസ്റ്റ്. അവസാനം ഒരു ബ്ലാസ്റ്റോസിസ്റ്റായി മാറി. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ആവുമ്പോഴേക്കും അതെവിടെ എത്തി? യൂട്രസിനകത്തേക്ക് എത്തി. ബ്ലാസ്റ്റോസിസ്റ്റിലെ സെൽസ് 2 ലെയറുകളായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഏറ്റവും പുറമേയുള്ള ലെയറിനെ പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ് ലെയർ. ഉള്ളിലുള്ള ലെയർ ഇന്നർ സെൽ മാസ്. ദെൻ നമ്മൾ യൂട്രസിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ്. ആ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ലെയർ എന്ത് ചെയ്യുന്നു? ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ യൂട്രൈൻ എൻഡോമെട്രിയ. ട്രോഫോബ്ലാസ്റ്റ് യൂട്രൈൻ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നു. അതിൻ്റെ ഇന്നർ സെൽ മാസ് ഒരു പ്രോപ്പർ എംബ്രിയോ ആയിട്ട് മാറ്റപ്പെടുന്നു. ട്രോഫോബ്ലാസ്റ്റ് ലെയർ യൂട്രൈൻ എൻഡോമെട്രിയത്തിൽ എംബഡ് ചെയ്യപ്പെടുകയും ഇന്നർ സെൽ മാസ് പ്രോപ്പർ എംബ്രിയോ ആയി മാറുകയും ചെയ്യുന്നു. ദെൻ അങ്ങനെ ബ്ലാസ്റ്റോസിസ് യൂട്രസിൽ അറ്റാച്ച് ചെയ്തു. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്രൈൻ സെൽസ് റാപ്പിഡായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ കവർ ചെയ്യുകയും ചെയ്യുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് അപ്പോൾ എന്തായി? യൂട്രസിനകത്ത് എംബഡഡ് ചെയ്ത സ്റ്റേജിലായി. ആ എംബഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ബ്ലാസ്റ്റോസിസ്റ്റിലെ 2 ലെയേഴ്സ്. ആ ഏറ്റവും പുറത്തുള്ള ലെയർ യൂട്രൈൻ എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അകത്തുള്ള ഇന്നർ സെൽ മാസ് എന്ന് പറയുന്ന ലെയർ എംബ്രിയോ ആയി മാറുന്നു. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്രസിൻ്റെ ലെയർ ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ കവർ ചെയ്യുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ എൻഡോമെട്രിയത്തിൽ എംബഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. അങ്ങനെ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിനകത്ത് എംബഡ് ചെയ്താൽ അതാണ് പ്രഗ്നൻസി. ദിസ് ലീഡ്സ് ടു പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നു. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഏറ്റവും പുറത്തുള്ള ട്രോഫോബ്ലാസ്റ്റ് ലെയറും അകത്തുള്ള ഇന്നർ സെൽ മാസും.
ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയറിൻ്റെ ഫങ്ഷൻ എൻഡോമെട്രിയത്തിൽ എംബഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഇന്നർ സെൽ മാസാണ് പിന്നീട് ഒരു കുഞ്ഞായി മാറുന്നത്, ഒരു എംബ്രിയോ ആയി മാറുന്നത്. ദെൻ അപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയണം. അങ്ങനെ അതിനെ സഹായിക്കുന്നതാണ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. ഹ്യൂമൻസിൻ്റെ കേസിൽ ക്രോമസോമൽ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷനാണ്. ഹ്യൂമൻ മെയിൽ എന്ന് പറയുന്നത് 44 ഓട്ടോസോം, അതായത് നോർമൽ ബോഡി ക്രോമസോംസും 2 സെക്സ് ക്രോമസോം, 2 സെക്സ് ക്രോമസോമിൽ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമാണ് ഹ്യൂമൻ മെയിൽസിലുള്ളത്. 44 ഓട്ടോസോംസും XY കണ്ടീഷനുമാണ് ഹ്യൂമൻ മെയിൽ. ഹ്യൂമൻ ഫീമെയിൽ എന്ന് പറയുന്നത് 44 ഓട്ടോസോംസും 2 ഒരേപോലെയുള്ള എക്സ് ക്രോമസോം, 2 എക്സ് ക്രോമസോമാണ് ഫീമെയിൽസിൻ്റെ കേസ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നമ്മൾ സ്പെർമറ്റോഗോണിയ എന്ന് പറയുന്നത് 2N കണ്ടീഷനിലുള്ളതാണെന്ന് പറഞ്ഞു. സ്പെർമറ്റോഗോണിയയിൽ സ്പേമായി മാറുന്നത് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ്. ആ മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ക്രോമസോം നമ്പർ നേരെ പകുതിയാവുന്നു. ആ സമയത്ത് എന്തുണ്ടാവും? 2N എന്ന് പറയുന്ന കണ്ടീഷനിൽ മെയിൽസിൻ്റെ കേസിൽ XY ക്രോമസോമാണ്. അപ്പോൾ XY ക്രോമസോം അവിടെ മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ 2 സെല്ലായി മാറുന്നു. പകുതി എണ്ണത്തിന് എന്ത് കിട്ടും? എക്സ് ക്രോമസോമും പകുതി Y ക്രോമസോമും ഉള്ള സ്പേംസ് ആവുന്നു. അപ്പോൾ മെയിൽസിൻ്റെ കേസിൽ സ്പെർമറ്റോജനസിസ് നടക്കുന്ന സമയത്ത് 2 ടൈപ്പ് ഓഫ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ പകുതി 50% എക്സ് ക്രോമസോം ഉള്ളതും 50% Y ക്രോമസോം ഉള്ളതുമാണ്. എന്നാൽ ഇവിടെ നോക്കൂ, ഫീമെയിൽസിൻ്റെ കേസിൽ 2 എക്സ് ക്രോമസോമാണുള്ളത്. അപ്പോൾ ഊജനസിസ് സമയത്ത് എന്താണ്? ഊജനസിസ് സമയത്ത് ഫീമെയിൽസിൻ്റെ കേസിൽ ഓവത്തിലെല്ലാം എന്താണ്? എക്സ് ക്രോമസോം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. മെയിൽസിൻ്റെ കേസിൽ പകുതി എക്സ് ക്രോമസോമുള്ള സ്പേമും പകുതി Y ക്രോമസോമുള്ള സ്പേമും. അപ്പോൾ ഇങ്ങനെ ഈ എക്സ് ക്രോമസോമുള്ള സ്പേമാണ് ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. ഓവത്തിൽ എന്താ ഉള്ളത്? എക്സ് ക്രോമസോം. നമ്മൾ ഫ്യൂസ് ചെയ്യുന്ന സ്പേമിൽ ഏത് ക്രോമസോമാണ്? എക്സ് ക്രോമസോം. അപ്പോൾ XX കണ്ടീഷനാണ്. XX കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ. ദെൻ ഈ Y കണ്ടെയ്നിങ് സ്പേമിൽ Y ക്രോമസോമാണുള്ളതെങ്കിൽ അതാണ് ഓവവുമായി ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ഓവത്തിൽ ഓൾറെഡി എക്സും വൈയും. അപ്പോൾ XY കണ്ടീഷൻ. XY കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ബേബി ആണ് ആ കണ്ടീഷനിൽ. അപ്പോൾ നോക്കൂ, സ്പേംസിൽ എക്സ് ക്രോമസോമുള്ള സ്പേമും Y ക്രോമസോമുള്ള സ്പേമും. ഫീമെയിൽസിൻ്റെ കേസിൽ ഓവം, എല്ലാ ഓവം എക്സ് കണ്ടീഷൻ മാത്രം. ഈ എക്സ് ക്രോമസോമുള്ള സ്പേമാണ് എക്സ് ക്രോമസോമുള്ള ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ കിട്ടുക? XX, അതെ, ഫീമെയിൽ ചൈൽഡ് ആയിരിക്കും. ദെൻ ഈ Y ക്രോമസോമുള്ള സ്പേമാണ് എക്സ് ക്രോമസോമുള്ള ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? XY കണ്ടീഷൻ, മെയിൽ ചൈൽഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വ്യക്തമാവുന്നത്? ഒരു കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? എപ്പോഴും ഒരു കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് സ്പേമാണ് ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എക്സ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഫീമെയിൽ ബേബിയും Y കണ്ടെയ്നിങ് സ്പേം ആണെങ്കിൽ മെയിൽ ബേബിയും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഭാഗത്തു നിന്നും ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. ഹ്യൂമൻസിൻ്റെ കേസിൽ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് മെയിൽ ഫാദറാണോ മദറാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ സ്പേമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സ്പേം, ഫാദർ, അല്ലേ? അച്ഛനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസാണ് കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ: വൈ നോട്ട് ഓൾ കോപ്പുലേഷൻ ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി? എല്ലാ കോപ്പുലേഷനും ഫെർട്ടിലൈസേഷനിലേക്കും പ്രഗ്നൻസിയിലേക്കും ലീഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു, ആംബുലറി റീജിയനിൽ വെച്ച് മീറ്റ് ചെയ്താൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ദെൻ വേർ ഡസ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്?
in the ampullary region of the fallopian tube. പണ്ടൊക്കെ ആംബുലറി ഇസ്തമിക് റീജിയൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആംബുലറി റീജിയൻ മാത്രമാണ്. Then how does entry of many sperms അല്ലെങ്കിൽ പോളിസ്പെർമി പ്രിവെൻറ്റഡ്? പോളിസ്പെർമി എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? Certain changes occurs to the zona pellucida membrane of the egg that prevent the entry of additional sperms. Name the ovum membrane. Ovum membrane പേര് zona pellucida. Write the function of acrosome. Acrosomeൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? It helps to dissolve the egg membrane. Egg membrane dissolve ചെയ്യാൻ സഹായിച്ചു. Then embryo with 8 to 16 celled stage is called 8 മുതൽ 16 സെല്ലുള്ള സ്റ്റേജുള്ള എംബ്രിയോനെ പറയുന്ന പേര് മോറുല. ഫൈനൽ സ്റ്റേജ് വിച്ച് ഗെറ്റ് എംബഡഡ് ഇൻ യൂട്രസ്. ഏത് സ്റ്റേജാണ് യൂട്രസിനകത്ത് എംബഡ് ചെയ്യപ്പെടുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ 2 ലേയേഴ്സ് ഏതെല്ലാമാണ്? ഓരോ ലെയറിൻ്റെയും ഫങ്ഷൻ എന്തെല്ലാമാണ്? 2 ലേയേഴ്സ് ഏതാ? ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും. ട്രോഫോബ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻ it get attached to uterine endometrium and inner cell mass become embryo. അപ്പോൾ ഇതേ ചോദ്യം ആ ചിത്രം തന്നിട്ട് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ പിക്ചർ തന്നിട്ട് അതിൽ എ ബി എന്ന് ലാബിൽ ചെയ്ത് എ ഏതാണ് ബി ഏതാണ്, എയുടെ ഫങ്ഷൻ ബിയുടെ ഫങ്ഷൻ എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. താങ്ക് യു.